അർഷി ടേസ്റ്റി റോഡ്സിൻ്റെ ക്രിസ്മസ് ദിനാശംസകൾ നേരുന്നു എല്ലാവർക്കും ആദ്യം തന്നെ. അപ്പോൾ ഇന്നൊരു അടിപൊളിയായിട്ടുള്ള മന്തിയുടെ റെസിപ്പിയാണ്, ക്രിസ്മസ് മന്തിയാണ് നമുക്ക്. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഗ്രീനും റെഡൊക്കെ കളറിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കിലോ ചിക്കന് രണ്ടായി കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സ്കിന്നോട് കൂടിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്കിനി വേണ്ടത് ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു 5-10 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. പിന്നെ അതിലേക്കൊരു 8 എരിവുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹോളായിട്ടുള്ളതാണ്, കൊറിയാണ്ടർ. അപ്പോൾ അതിലേക്ക് പിന്നെ ഞാൻ 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്, നമ്മുടെ ചെറിയ ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ കുരുമുളക്, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ സോൾട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം പിന്നെ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ കൂടി നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വാട്ടർ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ചിക്കനകത്തോട്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 1.5 മണിക്കൂറെങ്കിലും വെച്ചാൽ നല്ലപോലെ ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് നല്ലപോലെ ഇതിൻ്റെ അകത്തും പുറത്തൊക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഈ ഒരു മസാല നല്ലൊരു ടേസ്റ്റാണ്, മന്തിയുടെ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു മാരിനേഷനാണിത് ചിക്കന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. കംപ്ലീറ്റ് കൂള് പോയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മന്തിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വളരെ സിമ്പിളാണ്. വീട്ടിലുള്ള സാധാ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്കിനി ഒരു കടായി വെച്ച് കൊടുക്കാം. റൈസ് പ്രിപ്പറേഷൻ ചെയ്യാം. അതിലേക്ക് ഞാനൊരിപ്പോൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. അപ്പം പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഗീ ആണ്. ഗീയോ ബട്ടറോ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞാനിവിടെ ഗീ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഗീയും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ ആവശ്യമാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് സ്പൈസൊക്കെ ഇട്ട് കൊടുക്കാം. കുരുമുളക്, ഏലക്ക, പിന്നെ അതുപോലെ ബേ ലീവ്സ്, സിനമൺ സ്റ്റിക്ക്, ക്ലോവ്സ്, ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തിട്ടതാണ്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് രണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കും ആദ്യം. പിന്നെ ഞാനിതിലേക്ക് ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള പാർട്സൊക്കെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചിക്കൻ്റെ പാർട്സാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പീസസ് ഉണ്ട്, അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ വരും ഇതിങ്ങനെ ചേർത്ത് കൊടുത്താൽ. അപ്പോൾ നമുക്കിനി അതിലേക്ക് ഒരു ക്യാരറ്റ് ഞാൻ ഇങ്ങനെ സ്ലൈസായിട്ട് കുറച്ച് കട്ടിയിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബസ്മതി റൈസാണ്. ഇത് ഞാൻ സോക്ക് ചെയ്തിട്ടൊന്നും ഇല്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ 1.5 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളകും കൂടി ഹോളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു 1 മിനിറ്റ്, ഓവർ ഫ്രൈ ആകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂട് പിടിപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഹോട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഞാൻ ഒഴിക്കുന്നത് വാട്ടർ. സാധാരണ നമ്മൾ ഗീ റൈസൊക്കെ വെക്കുന്ന ആ ഒരു ഇതിൽ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു കപ്പിലായിരുന്നു ഞാൻ റൈസ് എടുത്തിരുന്നത്. അപ്പോൾ ഹോട്ട് വാട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പിന് 1.5 കപ്പ് റൈസ് എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
കുറേ തവണ ഇങ്ങനെ തവ വെച്ച് ഇളക്കിയിടാൻ പാടില്ല. റൈസ് പൊടിഞ്ഞു പോകാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. റൈസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സോൾട്ടും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഡ്രൈ ലെമണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒരു ഫോയിൽ വെച്ചിട്ട് ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഡബിളായിട്ട് ഞാൻ ഫോയിൽ എടുത്തിട്ടുണ്ട്, സിംഗിളല്ല, ഡബിളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നല്ലപോലെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് കവർ ചെയ്തെടുക്കുക. ആദ്യം നമുക്കിതിൻ്റെ മുകളിൽ ചിക്കൻ വെക്കാനുള്ളതാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ കവർ ചെയ്തെടുത്തതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് ഒരു നൈഫ് എടുത്തിട്ട് നമുക്കിതിന് ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള അതിൻ്റെ ഗ്രേവിയൊക്കെ അതിൻ്റെ എന്താ പറയുക സ്കിന്നൊക്കെ ഇങ്ങനെ മെൽറ്റായിട്ട് വരുമ്പോൾ അതിൻ്റെ ഓയിലൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇതിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് രണ്ടും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ചിക്കൻ താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡബിളായിട്ട് കട്ടിയിൽ വെക്കുന്നത്. നിങ്ങൾക്ക് ത്രിബിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പതുക്കെ വെച്ച് കൊടുക്കാം നല്ലപോലെ. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട്, 2 പീസസും വെച്ചിട്ടുണ്ട്. അതിൻ്റെ മസാലയൊക്കെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ടോപ്പ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ ആ ഹോളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ. ഇപ്പം ഇനി നമുക്ക് ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 35 മിനിറ്റ്സ്, ഇത് കറക്റ്റ് 35 മിനിറ്റ്സ് തന്നെ വെച്ച് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കറക്റ്റ് കുക്കായി കിട്ടും. 35 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കൻ നമുക്ക് ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ബാക്കി പാനിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് മാറ്റി കൊടുക്കാം നമുക്ക്. ഇപ്പോൾ 35 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് 35 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിം ആകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ റൈസ് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ നോൺ സ്റ്റിക്ക് പാനിലും കൂടി ഇതൊന്ന് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്, നല്ല അടിപൊളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് കുക്കാണ്, വാട്ടറൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി റൈസാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തിട്ട് ഒരല്പം ഗീ എടുത്ത് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനൊരല്പം കാഷ്യൂനട്ടും അതുപോലെ അല്പം കിസ്മിസ് റൈസിൻസും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അതിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഈ ഗീ അടക്കം ഒഴിച്ച് കൊടുക്കാം. ഗീ വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ റൈസിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കുക. ഈ കാഷ്യൂ നട്ട്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇതിപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗീയുടെ ഒരു ടേസ്റ്റ് കൊടുക്കും. ബാക്കിയുള്ള ഗീയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചിക്കൻ ഇറക്കി വെച്ച് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓവർ ആയിട്ട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നല്ലൊരു തവ ഫ്രൈ പോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മസാലയൊക്കെ അതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് സോൾട്ട് ആവശ്യമാണ്, ചിക്കനിൽ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ സോൾട്ട് കുറയാനുള്ള സാധ്യത ഉണ്ട്, അപ്പോൾ നോക്കിയിട്ട് ചെയ്യുക. അതുപോലെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്, ഇനി നമുക്ക് അടുത്ത സൈഡ് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഈ റൈസ് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും, അപ്പോൾ ഒരു സ്മോക്കി ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ചാർക്കോള ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ടൊരു 5 മിനിറ്റ്സ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ റൈസൊക്കെ കുക്കായിട്ടുണ്ട്.
അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നല്ലൊരു യമ്മി ആയിട്ടുള്ളൊരു മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ഫ്ലേവറാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ബൈ.